ഈ അത്ലറ്റിക്കിൽ നിന്നും ട്രാക്കിൽ നിന്നുമൊക്കെ മത്സരത്തിൻ്റെ ട്രാക്കിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി BJPയുടെ എല്ലാ പരിപാടികളുടെയും മുൻനിരയിൽ ഉണ്ടായിരുന്നു. പരിപാടികളുടെ മാത്രമല്ല, സമരരംഗത്ത് മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഏത് പരിപാടി നടത്തിയാലും BJPയുടെ ആ ഒരു മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ട്രാക്കിലേക്ക് ഇറങ്ങുകയാണല്ലേ? അതെ, ട്രാക്കിലേക്ക് ഇറങ്ങുകയാണ്, വേറൊരു ട്രാക്കിലേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ഥാനാർത്ഥിത്വം എന്തൊക്കെയാണ് പ്രതീക്ഷ? എനിക്ക് ഒരുപാട് പ്രതീക്ഷയാണുള്ളത്. ഞാൻ പാളയം വാർഡിൽ നിൽക്കുന്നത്. അപ്പം അതിൽ വിജയിക്കണം. എനിക്കറിയാം, ഞാൻ എൻ്റെ നാടാണ്, എന്നെ എന്നും കാണുന്നവരാണ്. അപ്പം ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ള ഒരു വാർഡാണ്. എനിക്ക് പാളയം വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കറിയാം, മോദിജി കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് വികസിത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അതിനെയെല്ലാം എല്ലാവർക്കും അതിനുവേണ്ട ബെനിഫിറ്റുകളൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ നമുക്ക് വെള്ളപ്രശ്നമുണ്ട്, ഡ്രെയിനേജ് പ്രശ്നമുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രശ്നമുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരം കാണണം. ഏറെ സന്തോഷമുള്ളത് രാജീവ്ജി വികസിത കേരളം കാണുമ്പം അതിനകത്ത് ഒരാളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും BJP ആയിരിക്കും അടുത്ത കോർപ്പറേഷൻ ഭരിക്കുക. അപ്പം എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ, ഞാനൊരു കായിക താരവും കൂടിയാണല്ലോ, അപ്പോൾ ഒരു ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. നമുക്കറിയാം, പത്മിനി തോമസ് കേൾക്കുമ്പോൾ നമ്മൾ ട്രാക്കിലും അത്ലറ്റിക്സിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ കൂടി ഇറങ്ങുമ്പോൾ വളരെ പ്രതീക്ഷയാണ്. ഒപ്പം തന്നെ കുറേ പ്രതീക്ഷകൾ പങ്കുവെക്കുകയും ചെയ്തു. പാളയം വാർഡിൻ്റെ ഒരു സമഗ്ര മാറ്റം കൂടിയാണ് പത്മിനി തോമസ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ട്രാക്കിൽ ഓടാനുള്ള കരുത്ത് ജനൻ TV പകരുകയാണ്. എല്ലാവിധ ആശംസകളും.